മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഇവിടെ പ്രത്യേകിച്ച് വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവേ തന്നെ ഈ അമ്പലത്തിലൊക്കെ വരാൻ നമുക്കൊക്കെ താല്പര്യമായിരിക്കും. പക്ഷേ നമ്മുടെ ധർമ്മത്തിനെ കുറിച്ച്, എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, എങ്ങനെയാണിത് നിലനിൽക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ വളരെ കുറഞ്ഞ ആളുകൾക്കേ താല്പര്യമുണ്ട്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മാതിരി മുമ്പേ ഗമിക്കുന്ന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നതുപോലെ അമ്പലത്തിൽ എല്ലാവരും വരലുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഞാനും പോവുക എന്നുള്ള മട്ടിൽ. അതിനുപരിയായിട്ട് നമ്മുടെ സമാജത്തിനെ കുറിച്ച്, നമ്മുടെ ദേവതാ സങ്കല്പത്തിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് കാലത്തിൻ്റെയും കൂടെ ഒരു അനിവാര്യത. പറഞ്ഞത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് പകർത്തുകയും വേണം. കേട്ടുപോയാൽ മാത്രം പോരാ. ഈ കേട്ടുപോയിക്കിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ തലം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പണ്ട് ഒരാൾക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ഇപ്പോൾ തടിയുള്ള ഒരാളെ, ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വളരെ തടിയുള്ള ഒരാൾ, അയാൾ തടി കുറയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഈ തടിയൊക്കെ എങ്ങനെയെങ്കിലും കുറയണം എന്നുള്ളതാണ് മൂപ്പരുടെ ലക്ഷ്യം. അപ്പോൾ കുറയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കും? അപ്പോൾ അയാളെ ഭക്ഷണത്തിൽ നല്ല കേമനാണ് അയാൾ. അപ്പോൾ പകലത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞു, എനിക്ക് ഒരു പ്രകാരത്തിലും അത് നിയന്ത്രിക്കാനാവില്ല, രാത്രി ഉള്ളത് ഞാൻ നോക്കാതെ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, രാത്രി എന്താ ഭക്ഷണം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, രാത്രി ഞാൻ 10 ചപ്പാത്തി തിന്നുന്നു. 10 എണ്ണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ നിങ്ങളെ തടി കുറയണമെങ്കിൽ ഞാൻ പറയും പോലെ ചെയ്യണം. അപ്പോൾ ആയിക്കോട്ടെ ഡോക്ടർ പറഞ്ഞോളി എന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ 10 ചപ്പാത്തി പറ്റൂല, ഇനി നിങ്ങൾ 5 ചപ്പാത്തിയെ തിന്നാവുന്ന. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഇയാളെ തടിക്ക് യാതൊരു മാറ്റവും. അപ്പോൾ ഡോക്ടർ ചോദിച്ചേ, എത്ര ചപ്പാത്തിയാണ് തിന്നില്ല? അപ്പോൾ ഞാൻ 5 ചപ്പാത്തിയാണ് തിന്നണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ചപ്പാത്തിയാക്കാൻ. അങ്ങനെ വീണ്ടും ഒരു 10 ദിവസം 10-15 ദിവസം കഴിഞ്ഞ സമയത്ത് വന്നു. അപ്പോൾ അയാളോട് ചോദിച്ച്, എത്ര ചപ്പാത്തിയാണ് തിന്നലെന്ന് ചോദിച്ച സമയത്ത് ഞാൻ 2 ചപ്പാത്തി രാത്രി കഴിക്കുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് തടിയിൽ വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല, അത് 1 ചപ്പാത്തിയാക്കി മാറ്റണമെന്ന് ഡോക്ടർ ഈ രോഗിയോട് പറഞ്ഞു, അല്ലെങ്കിൽ കാണാൻ വന്ന ആളോട് പറഞ്ഞു. അപ്പം അയാൾ ഡോക്ടറോട് പറഞ്ഞ്, സാറേ ഇനി അത് വെന്ത് കിട്ടൂല എന്ന്. അത് വെന്ത് കിട്ടൂല എന്നാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ, അത് എന്താ വെന്ത് കിട്ടാത്തത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ 10 ചപ്പാത്തിയാണ് തിന്നുന്നത്. നിങ്ങൾ 5 എണ്ണം ആക്കാൻ പറഞ്ഞ സമയത്ത് ഈ 10 ചപ്പാത്തിൻ്റെയും പൊടി എടുത്തിട്ട് അത് കുഴച്ച് 5 എണ്ണം ആക്കി ചുട്ടതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതിനോട് 2 എണ്ണം ആക്കാൻ പറഞ്ഞ സമയത്ത് ഈ 10 ചപ്പാത്തിൻ്റെ പൊടി തന്നെ എടുത്തിട്ട് 2 എണ്ണം ആക്കിയതാണ്. ഇനി അത് 1 ആക്കിയാൽ ഭാര്യ ചീത്ത അറിയും. കാരണം വെച്ചാൽ വെന്ത് കിട്ടൂല, അത്രയും സമയം എടുക്കും. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അയാൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതേപോലെ തന്നെ അമ്പലത്തിലൊക്കെ വരുന്ന സമയത്ത്, അമ്പലത്തിൽ ഇപ്പം നമ്മൾ നിത്യേന നിയമേന വരാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ദേവതാരൂപത്തിൻ്റെ മുന്നിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ കുടികൊള്ളുന്ന ഏത് ദേവതാസങ്കല്പത്തിൽ, ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഷഡാധാര പ്രതിഷ്ഠയാണ് ഉണ്ടാവുക. ഇവിടെ ഒരു സാധാരണ രീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാഥമിക തലത്തിലുള്ള രൂപത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തിനെ നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ചൈതന്യത്തിലേക്ക് ആവാഹിക്കലാണ്
അമ്പലം എന്ന് പറയുന്ന, ക്ഷേത്രം എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നു. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യം, പ്രപഞ്ചം മുഴുവൻ ചൈതന്യമുണ്ട്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിനെ സാധാരണക്കാരൻ്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നതിക്ക് വേണ്ടി അണകെട്ടി ചിറകെട്ടി നിർത്തിയിരിക്കുന്ന അഭൗമമായ ശക്തി കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇതെൻ്റെ നിർവചനമല്ല. എനിക്ക് തോന്നുന്നു 16-ാം നൂറ്റാണ്ടിന് ശേഷം ക്ഷേത്രത്തിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു സ്വർഗീയ മാധവ്ജി. അദ്ദേഹം എഴുതിയിട്ടുള്ള 16-ാം നൂറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ഒക്കെയാണ് കേരളത്തിലെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള താന്ത്രികമായ കൃത്യമായ അവലോകനം നടത്തി അതിനെ അതുവരെ കുഴഞ്ഞു മറഞ്ഞു കിടന്നിരുന്ന താന്ത്രിക ക്രിയകളെ രൂപത്തിലാക്കി എടുത്തു മാറ്റിയത്. തന്ത്രസമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശേഷസമുച്ചയം, അതിലാണ് ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുടെ പൂജയെക്കുറിച്ചിട്ടൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്, എങ്ങനെയായിരിക്കണം പൂജാക്രമങ്ങൾ എന്നുള്ളത്. അതിനുശേഷം ഇപ്പം മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന മലയാളത്തിലുള്ള ഒരു തന്ത്രശാസ്ത്ര ഗ്രന്ഥമുണ്ട്. അത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് എഴുതിയത്. സംസ്കൃതത്തിലുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ആ ക്രിയകളെ മലയാളത്തിലേക്കാക്കി. അതിനുശേഷം ലളിതമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് സ്വർഗീയ മാധവ്ജിയാണ്. വിഷ്ണു സങ്കല്പത്തെക്കുറിച്ച്, ശിവസങ്കല്പത്തെക്കുറിച്ച്, സുബ്രഹ്മണ്യ സങ്കല്പത്തെക്കുറിച്ച്, ക്ഷേത്ര ചൈതന്യത്തിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തി, പഠനം നടത്തി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ക്ഷേത്ര ചൈതന്യ രഹസ്യം. ആ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ നിർവചനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രപഞ്ചമെങ്ങും എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിനെ അണകെട്ടി നിർത്തി സാധാരണക്കാരൻ്റെ ഭൗതികവും ആത്മീയവുമായ രണ്ട് കാര്യങ്ങളുണ്ട്. ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള അതിനൂതനമായ എൻജിനീയറിംഗ് പദ്ധതിയാണ് ക്ഷേത്രങ്ങളെന്ന്. അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരും എൻജിനീയർമാരും അതുപോലെ തന്നെ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് തന്ത്രിമാരും ശാന്തിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ പൂജയ്ക്ക് വേണ്ടി സഹായം ഒരുക്കുന്ന എല്ലാ ആളുകളും കമ്മിറ്റിക്കാരും ഒക്കെ തന്നെ അത് നിലനിൽക്കും. ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ഉള്ളതും ഭൗതികതയ്ക്കപ്പുറത്തേക്കുള്ള ആത്മീയമായ ഉത്കർഷത്തേക്ക് വേണ്ടിയുള്ളത്, ഈ രണ്ടും നടക്കണം. വെറും ഭൗതികമായിട്ടുള്ള ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ പ്രാഥമിക തലത്തിൽ പോകുന്ന സമയത്ത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോകല്. പക്ഷെ എല്ലാ കാലത്തും ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ദേവനോട് പറയേണ്ടത്. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ 4 തരത്തിലാണ്. ആ ശ്ലോകം ഒന്ന് ഉദ്ധരിക്കുന്ന സമയത്ത് അത് വ്യാഖ്യാനിക്കാനൊക്കെ കുറേ സമയമെടുക്കും. എന്നെ 4 തരത്തിലാണ് അർജുന ജനങ്ങൾ സാധാരണഗതിയിൽ ആശ്രയിക്കാറുള്ളത്. ഒന്ന് ജ്ഞാനികളാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മതത്വത്തിനെക്കുറിച്ച്, ബ്രഹ്മത്തിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ, അവരാണ് ജ്ഞാനികൾ. അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന് ചിന്തിക്കുന്ന ആളുകൾ ജ്ഞാനി. മറ്റൊരു വിഭാഗം ആളുകൾ അർത്ഥത്തിന് വേണ്ടിയിട്ട്, അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനം. വേറെ ചില ആളുകൾ ജിജ്ഞാസ കൊണ്ട് എന്തൊക്കെയാ അവിടെ ഉള്ളത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഈ തരത്തിൽപ്പെട്ട ആളുകളാണ് എന്നെ കാണാൻ വരുന്നത്. ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജ്ഞാനിയായിട്ടുള്ള ആള്,
ജിജ്ഞാസത്തോടു കൂടി വരുന്ന ആളുകൾ, അർത്ഥത്തിന് വേണ്ടി വരുന്ന ആളുകൾ, രോഗികളായിട്ട് അതിനു വേണ്ടി മാറ്റം വരാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ പലരും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജ്ഞാനികളാണെന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാൻ സാധിക്കും, അമ്പലത്തിൽ ആദ്യകാലത്ത് വരുന്ന ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് രോഗം ബാധിച്ച ഒരാൾ അമ്പലത്തിൽ വരുന്നു കഴിഞ്ഞാൽ അയാൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും, എനിക്ക് രോഗം മാറണേ. ഇപ്പം നാരായണീ എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്തിനാ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയത്? ഗുരുവായൂരപ്പനോട് പറഞ്ഞത് എൻ്റെ രോഗം മാറ്റണമെന്ന്. അപാര ജ്ഞാനിയായിരുന്നു, പണ്ഡിതനായിരുന്നു. പക്ഷെ ഭഗവാന്റെ അടുത്ത് പോകുന്ന സമയത്ത് ആവശ്യപ്പെട്ടത് എൻ്റെ രോഗം മാറണേ. വാതരോഗത്തിന് ശമനം തേടിയും കൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭജനയിടുന്നത്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അയാൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദാരിദ്ര്യ ദുഃഖം മാറ്റണേന്ന്. ഭഗവാന്റെ അടുത്തേക്ക് തന്നെ കുചേലൻ പോയതും അതിന് തന്നെയാണ്. കുചേല ജ്ഞാനിയാണ്. കുചേലൻ അറിയാം, ആത്മചൈതന്യത്തിനെ കുറിച്ചിട്ടൊക്കെ അറിയാം കുചേലൻ. പക്ഷെ കുചേല പത്നി ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുക. കുഞ്ചൻ നമ്പ്യാർ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ, മണിപ്രവാളത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുചേല പത്നി പറയുന്നുണ്ട്, 4-5 പിള്ളേർ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് നിങ്ങളെ സഹപാഠിയായിട്ടുള്ള കൃഷ്ണൻ എന്ന് ചെന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു ദയനീയ രംഗമുണ്ട്. ആ രംഗത്തിൽ കുഞ്ചതമ്പ്യാർ പറയുന്നത്, കുചേല പത്നി പറയാന്ന്, പരിഭവം പറയാന്ന്, ഇല്ലങ്ങളിൽ ചെന്നു നടന്നിരുന്നാൽ ഇല്ലെന്നു ചൊല്ലുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ആഴക്കരി നൽകുമപ്പോൾ നെല്ലെങ്കിൽ മൂഴക്കതു മന്തിനേരം. നടന്നിരുന്നാൽ കിട്ടുന്നത് കുറച്ച് അരിയാണ്, അല്ലെങ്കിൽ നെല്ല്, അതൊക്കെ തന്നെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളതുകൊണ്ട് ഈ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഭഗവാനെ ചെന്ന് കാണാൻ പറയും. ഭഗവാനെ കുചേലനെ കണ്ട സമയത്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അർത്ഥത്തിനെ ആഗ്രഹിക്കുന്ന ആൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്, ഭഗവതിയുടെ അടുത്തേക്ക് പോകുന്നത് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്, രോഗി പോകുന്നത് രോഗം മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് ആത്മതൃഷ്ണയ്ക്കനുസരിച്ചിട്ടാണ്, ബ്രഹ്മതത്വത്തിനെ അറിയുന്നതിന് വേണ്ടിയില്ല. അത് എളുപ്പമല്ല, പോകണം എന്നാണ് പറയുന്നത്. ഗുരുവായൂരൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന ആളുകൾ നിരവധിയുണ്ട്. ആത്മജ്ഞാനം അന്വേഷിച്ച് പോകുന്ന ആളുകൾ. ഭക്തിയിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് പോകാൻ സാധാരണക്കാർക്കുള്ള മാർഗമാണത്, ഭക്തിയിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് പോകാൻ. പക്ഷെ നമ്മളെ സാധാരണ നമ്മളെ ആളുകളുടെ മനോഭാവം എങ്ങനെയാ? പരീക്ഷേൻ്റെ സമയത്തൊക്കെ അമ്പലത്തിൽ വന്ന് വിളക്ക് കത്തിക്കലും ഒക്കെ വലിയ ജോറായിരിക്കും. പരീക്ഷ കഴിഞ്ഞാൽ പിറ്റേന്നോ പിന്നെ ഭഗവാന്റെ പാട്ട് പോട്ടെ. ഒരിക്കലൊരു സ്ഥലത്തെ ഒരാൾ വിശന്ന് വലഞ്ഞിങ്ങനെ നടക്കുക. അപ്പോൾ ഒരാൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് അയാൾ പറഞ്ഞു, അയാൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഉള്ളത് ഉഗ്രമൂർത്തിയാന്ന്, പറഞ്ഞ പോലെയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിച്ച്, എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് എനിക്ക് ഒരു ഉറുപ്പ്യ വീണ് കിട്ടിയാൽ 50 പൈസ ഭണ്ഡാരത്തിലിട്ടോളാം, ഞാൻ 50 പൈസ കൊണ്ട് ഞാൻ ചായ കുടിച്ചോളാം. അത് ഇത്രയൊന്നും വിലക്കയറ്റമില്ലാത്ത കാലമാണ്. ഇപ്പോൾ ഒരു ചായക്ക് 12 ഉറുപ്പ്യ കൊടുക്കണം. അന്ന് 10 പൈസയ്ക്കും 12 പൈസയ്ക്കും ഒക്കെ ചായ കിട്ടുന്ന കാലമായിരിക്കും ഈ കണക്ക് കേൾക്കുന്നത്. ഏതായാലും കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ സമയത്ത് അയാൾക്ക് ഒരു 50 പൈസ വീണ് കിട്ടി. അപ്പം അയാൾ ആ 50 പൈസ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ആളാ, നിങ്ങളെ ഷെയർ ആദ്യം എടുത്താൽ നിൽക്കില്ലേ? അയാളെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഒരു ഉറുപ്പ്യ വീണ് കിട്ടിയാൽ 50 പൈസ
കൊടുക്കാന്നാണല്ലോ. അപ്പം 50 പൈസയാണ് കിട്ടിയത്. ആ കിട്ടിയ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾ നല്ല ആളാ, നിങ്ങളെ ഷെയർ ആദ്യം എടുത്തിട്ടാണ് എനിക്ക് തന്നത്. ഏതാണ്ട് നമ്മളെയൊക്കെ പലരെയും ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നല്ല കേട്ടോ പറയുന്നത്. മഴയും കൂടി പെയ്യാന്ന് എനിക്ക് പോണേ ഇവിടുന്ന്. ഇപ്പൊ ഈ ഖരാവോന്റെ തടഞ്ഞു വെക്കലിൻ്റെ ഒക്കെ കാലാണ്. അപ്പൊ ഇതിന് പകരം നമ്മുടെ ദേവതാ ചൈതന്യത്തിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും അതിലൂടെ ഭക്തിയുടെ തലങ്ങളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ടാണ് നാരദീയ ഭക്തി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള വളരെ ലളിതമായ ഉപാധിയാണ് ഭക്തിയിലൂടെ. ജ്ഞാനത്തിലൂടെ ജ്ഞാനേശ്വരന്റെ ഗീതാഭാഷ്യമുണ്ട്. മഹാരാഷ്ട്രത്തിലുള്ള ജ്ഞാനേശ്വരൻ എന്ന് പറയുന്ന ഏതാണ്ട് 22 വയസ്സാകുന്ന സമയത്തേക്ക് മോക്ഷപദത്തിലേക്ക് ഉയർന്ന ജ്ഞാനേശ്വരന്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നത് ജ്ഞാനേശ്വരത്തിന് ഗീതയ്ക്ക് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ജ്ഞാനേശ്വരി എന്ന് പറയുന്നുള്ള ഭാഷ. ആ ജ്ഞാനേശ്വരിയിൽ ജ്ഞാനേശ്വരൻ പറയുന്നുണ്ട്, 12ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജ്ഞാനം നേടുന്ന ഒരാൾ ഒറ്റ കുതിപ്പിന് മോക്ഷത്തലത്തിലേക്ക് എത്തും. ജ്ഞാനം നേടുന്ന ആൾ, നേരത്തെ ഭഗവാൻ പറഞ്ഞു ഈ ജ്ഞാനം നേടിയ ആൾ അല്ലെങ്കിൽ നേടേണ്ട ആൾ. മറ്റുള്ളവരൊക്കെ ക്രമബദ്ധമായി അവരുടെ കാമ്യകർമ്മത്തിലൂടെ മോക്ഷതലത്തിലേക്ക് ക്രമേണ ഉയർന്നു. അതിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മാർഗമുണ്ട്. രാജയോഗമുണ്ട്, അതിലൊക്കെ ഉള്ള വലിയ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരറിയാതെ തന്നെ ഭഗവാനുമായി അടുക്കാനുള്ളതാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. അതിൽ നാരദീയ ഭക്തി സൂത്രത്തിൽ നാരദമുനി പറയുന്ന നവധാഭക്തിയുണ്ട്. ആ നവധാഭക്തിയിൽ ഭക്തിയുടെ 9 തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, 9 എണ്ണത്തിനെ കുറിച്ച്. അത് സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. ശ്രവണം, സ്മരണം, കീർത്തനം. ശ്രവിക്കുക, സ്മരിക്കുക, കീർത്തിക്കുക ഭഗവാന്. ശ്രവിക്കുക, ഭഗവാന് ശ്രവിക്കുക. ഭഗവാന് ശ്രവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവൻ നാമങ്ങൾ കേൾക്കുന്നത് നമ്മളും കേൾക്കുക. ശ്രവണം, സ്മരണം, കീർത്തനം. സ്മരിക്കുക എല്ലാ സമയത്തും ഭഗവാനെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത. നമുക്കൊക്കെ ഉള്ളൊരു ഭാഗ്യം അതാണ്, നമുക്ക് ഇഷ്ടദേവതയുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ദേവതാ സങ്കല്പം വ്യത്യാസം ഉണ്ടാവും. ഇഷ്ടദേവതയുണ്ട്. ചിലർക്ക് ഗുരുവായൂരപ്പനായിരിക്കും, ചിലർക്ക് അയ്യപ്പസ്വാമി ആയിരിക്കും, അയ്യപ്പസ്വാമിയുടെയൊക്കെ വിവിധ ഭാവങ്ങളായിരിക്കും. ഭഗവതി ഉണ്ടാവും. ഭഗവതിക്ക് തന്നെ ഒരുപാട് ഭാവവ്യത്യാസങ്ങളുണ്ട്. ഒക്കെ കുറേ കൂടെ ഗഹനമായിട്ടുള്ള വിഷയമായതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റൂല. ശ്രവിക്കുക, സ്മരിക്കുക, കീർത്തിക്കുക. കീർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭജനയൊക്കെ ചൊല്ലലൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കീർത്തനം. കീർത്തനത്തിന് നമ്മുടെ സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് സംസ്കൃത സാഹിത്യത്തിൽ വളരെ വലിയ പങ്കുണ്ട് കീർത്തനത്തിന്. ഇപ്പോൾ ശിവരാത്രി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായി എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഒരുപാട് അമ്പലങ്ങൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അമ്പലങ്ങൾ ജീർണിച്ച് കാട് പിടിച്ച് കിടന്നിരുന്നത്. പക്ഷേ സമൂഹത്തിൻ്റെ ക്രമബദ്ധമായ ഇടപെടലുകളെ കൊണ്ട് ഇന്നൊക്കെ ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണം നടക്കുകയും പ്രതിഷ്ഠ നടക്കുകയൊക്കെ ചെയ്ത് വലിയൊരു അന്തരീക്ഷം. ഈ ഉത്തരായണ കാലത്ത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. 144 വർഷത്തിലൊരിക്കലും നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ദൃക്സാക്ഷികളായതാണ് നമ്മൾ. ഉത്തരായണ കാലമാണത്, ദൃക്സാക്ഷികളായതാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ തൊട്ടടുത്ത തലമുറയേക്കാൾ അവർക്കിതൊന്നും സാധിച്ചില്ല. അപ്പൊ ആ ഭാഗ്യത്തിനെ നിലനിർത്തണം. ശ്രവിക്കുക, സ്മരിക്കുക, കീർത്തിക്കുക. ശ്രവണം, സ്മരണം. ശിവമഹിംന സ്തോത്രത്തില് ശിവനെ സ്മരിച്ചുകൊണ്ട്, ശിവന്റെ മഹിമ പ്രകടിപ്പിച്ചുകൊണ്ട് പുഷ്പദന്തൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ
എഴുതിയിട്ടുള്ളതാണ് ശിവമഹിംനാ സ്തോത്രം. അങ്ങനെ കുറച്ച് മന്ത്രങ്ങളേ ഉള്ളൂ. പക്ഷെ ശിവഭക്തിയുടെ ഉദാത്തമായ തലത്തിൽ ശിവഭഗവാനെ പ്രകീർത്തിക്കുന്ന ആ സ്തോത്രത്തിൽ ഒക്കെ ഇങ്ങനെയുള്ള സ്തോത്രങ്ങൾ ചൊല്ലുക, ഭഗവതീൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുക. ഇപ്പം ശ്രവണം, സ്മരണം, കീർത്തനം. പിന്നെ നമ്മൾ അർച്ചനം നടത്തുക. അർച്ചനം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവതയെ മനസ്സിൽ കണ്ടുകൊണ്ട് പൂജിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഭഗവത് സന്നിധിയിൽ വന്ന് പൂജിക്കും. ശ്രവണം, സ്മരണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം. പാദസേവനം എന്ന് പറഞ്ഞാൽ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാന്റെ പാദമായി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവനും സകല ചരാചരങ്ങളും ഭഗവത് സാന്നിധ്യമായി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനം നടത്തുക. പാദസേവനം, അർച്ചനം, വന്ദനം, വന്ദിക്കുക ദേവതാസങ്കല്പത്തിന്. അത് പരസ്പര വന്ദനം. വന്ദനത്തിൻ്റെ ലളിതമായ രൂപം നമ്മൾ കൂപ്പുകയും സമയത്ത് എന്താ അതിൻ്റെ ആന്തരികമായ അർത്ഥം, ആധ്യാത്മികമായ അർത്ഥം നിന്നിലും എന്നിലുമുള്ള ചൈതന്യം ഒന്നാണ്. ഇതന്നെയാണ് ഭഗവാന്റെ അടുത്ത് പോയാലും നമ്മൾ പറയുന്നത്. അപ്പോൾ ശ്രവണം, സ്മരണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം. ഭഗവാനുമായിട്ട് ദാസ്യത്തിൽ ഏർപ്പെടുക. ദാസ്യത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ ദാസ്യവൃത്തി ചെയ്യുക എന്നുള്ളതല്ല. ഭഗവത് ദാസനാണ് ഞാനെന്ന ബോധം ഓരോരുത്തരിലുണ്ടാകും, നമ്മളിലുണ്ടാകും. ഇപ്പൊ ശ്രവണം, സ്മരണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം. ഭഗവാനുമായിട്ട് സഖ്യത്തിലാകുക. അതാണ് കൂറൂരമ്മ ഭഗവാനുമായിട്ട് സഖ്യത്തിലായതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണനെ പിടിച്ച് കൊട്ടേൻ്റെ അടുത്തൊക്കെ വെച്ച് വികൃതി കളിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള താതാത്മ്യത. ഇപ്പം ശ്രവണം, സ്മരണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസം, സഖ്യം, ആത്മനിവേദനം. തന്നെ ഭഗവാന് സമർപ്പിക്കുക. ഈ തലത്തിലൂടെ ഭക്തി പോകുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിന് സ്വാർത്ഥമാണ്. അത് നമ്മൾ നമ്മുടെ കുട്ടികളോടും മുതിർന്ന ആളുകളോടും പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ തന്നെ പറഞ്ഞ് ഈ ചൈതന്യത്തിനെ കുറിച്ചുള്ള ബോധം അവരിലുണ്ടാകും. നമ്മുടെ മക്കളെ സാധാരണഗതിയിൽ ഇന്ന് വഴിതെറ്റിപ്പോകുന്ന കൂട്ടത്തിൽ നാളെ ഇത് സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മുടെ മക്കൾ. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ക്ഷേത്ര സങ്കേതങ്ങളെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ക്ഷേത്ര സങ്കേതങ്ങൾ, ഭാഗവത സപ്താഹങ്ങൾ, ലക്ഷാർച്ചനകൾ, മറ്റ് പൂജകൾ ഒക്കെ നടക്കുന്നു. പക്ഷെ അടുത്ത തലമുറയിൽ ഇത് സംരക്ഷിക്കണ്ടേ? അതല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തലമുറേൻ്റെ കാലത്തുള്ളതുപോലെ തന്നെ പൊടിഞ്ഞ് ഇത് കാട് പിടിച്ച് കിടക്കും. അപ്പം അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളെ, നമ്മുടെ മക്കളെ ക്ഷേത്രോന്മുഖമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല ആളുകൾക്കും നമ്മുടെ അമ്മമാരൊക്കെ തന്നെ പ്രത്യേകിച്ച് ടീനേജിലൊക്കെ ഉള്ള അമ്മമാർ അവരെ കുട്ടികളോട് കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരണം, കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് എന്താണ് അമ്പലത്തിൽ, എങ്ങനെയാണ് ദേവതയെ പൂജിക്കേണ്ടത്. ഒരു കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ പൂജ എന്ന് പറയുന്ന സമയത്ത് അകത്ത് കയറി പൂജിക്കലല്ല. അകത്ത് കയറി പൂജിക്കുന്നയാളാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അർച്ചകൻ എന്ന് പറയുന്നത്. അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര പ്രമാണം. ശിലയിൽ ശങ്കരൻ ഉണ്ടാകുന്നത്, ശിലയിൽ ദേവൻ ഉണ്ടാകുന്നത്, ദേവി ഉണ്ടാകുന്നത് പൂജകൻ്റെ, അർച്ചകൻ്റെ പ്രഭാവം കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ചെയ്യുന്ന ആളെ മുഴുവൻ കാര്യങ്ങളെ കൊണ്ട് മാത്രമല്ല, അതിനുപോദ്ബലകമായിട്ട് അതിനൊരുക്കി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും. അല്ലാതെ ഒരാൾ വന്ന് ഈ പൂജ ചെയ്തതിനെ കൊണ്ട് മാത്രം ദേവതാ ചൈതന്യം ഉണ്ടാവില്ല. സമൂഹമായിട്ട് ചെയ്യുന്ന അതിന് പ്രതീകമായിട്ടാണ്. എല്ലാവർക്കും കയറി അകത്ത് കയറി പൂജ ചെയ്യാനാവില്ലല്ലോ. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ശിലയിൽ ശങ്കരൻ ഉണ്ടാകുന്നത്. ശങ്കരൻ എന്ന് പറയുന്ന ഒരു പ്രതീകമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ശങ്കരൻ ശിവൻ.
അപ്പോൾ ഈ ശങ്കരൻ ഉണ്ടാകുന്നത് സമൂഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. സമൂഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ചൈതന്യവർദ്ധനവിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത്. ഈ ചൈതന്യത്തിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് അറിയണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കുട്ടികൾ വരണം. സാധാരണഗതിയിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികളെ, നമ്മൾ അമ്പലത്തിൽ വരും, പക്ഷെ നമ്മുടെ കുട്ടികളെ പലരെയും കൊണ്ടുവരില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അതുകൊണ്ടാണ് ഇവർ കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളും ചെന്ന് ചോദിക്കും ഇവരോട്, നിങ്ങൾക്ക് എന്തിനാ ഒരുപാട് ദൈവമുള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഉള്ള ദൈവത്തിന് തുമ്പിക്കൈ ഉണ്ടല്ലോ, ഗണപതിക്ക് തുമ്പിക്കൈയാന്നല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ കാളി സങ്കല്പത്തിൽ ഒരുപാട് വ്യത്യസ്തതയുള്ള ഭഗവതി സങ്കല്പത്തിൽ കാളി മനുഷ്യൻ്റെ തലയോട്ടിയൊക്കെ പിടിച്ചുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ഇതൊക്കെ ബീഭത്സ രൂപമല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മക്കൾ പെട്ടെന്ന് അത് ശരിയാട്ടോ, ബീഭത്സ രൂപം തന്നെ. ഇതെന്താണ്? ഇതിൻ്റെ ഈ തത്വത്തിനെ കുറിച്ച് മനസ്സിലാകുന്നത്. തത്വം ക്രമബദ്ധമായിട്ട് പഠിക്കണം നമ്മൾ. എങ്ങനെയെങ്കിലും അമ്പലത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല. പല ആളുകളും നമുക്ക് കാണാം അമ്പലത്തിൽ ഈ ബസ്സിനൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും കാണാം ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്ത് സീറ്റിൽ ഇരുന്നും കൊണ്ട് ഭഗവാനോട് പറയും, ഭഗവാനെ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് തീരെ സമയമല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സെല്യൂട്ട് അടിച്ചിട്ട് പോകുക കേട്ടോ. ഒരു കാലത്ത് അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസമുണ്ട്. അപ്പം ഇത് പഠിപ്പിക്കണം, ക്രമബദ്ധമായിട്ട് പഠിപ്പിക്കണം. ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഇപ്പം LKG പഠിക്കുന്ന കുട്ടിയെ, ആ LKG പഠിക്കുന്ന കുട്ടിക്ക് എണ്ണത്തിനെ കുറിച്ച് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? മഞ്ചാടിക്കുരുവോ അല്ലെങ്കിൽ വേറെ എങ്ങനെ പ്രതീകാത്മകമായിട്ട് കാര്യങ്ങൾ അങ്ങനെ 2 പഠിച്ച് 3 പഠിച്ച് SSLC പഠിച്ച് +2 കഴിഞ്ഞ് MSc മാത്സ് എടുക്കുന്ന സമയത്ത് അവൻ അറിയാൻ കാര്യങ്ങൾ. പൈത്തഗോറസ് തിയറി, പൈത്തഗോറസിൻ്റെ അല്ല, ഭാരതീയ കാലഗണന മാത്തമാറ്റിക്സിൻ്റെ ഭാസ്കരാചാര്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗണനയാണത്. പേര് പറഞ്ഞത് പൈത്തഗോറസിൻ്റെതായിപ്പോയി എന്നുള്ള, കാരണം ബ്രിട്ടീഷുകാരൻ എഴുതിയ ചരിത്രമൊക്കെ ആയതുകൊണ്ടാണ്. ആ കുട്ടിക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് അമ്പലത്തിൻ്റെ ഒക്കെ കാര്യമുള്ളത്. ക്രമബദ്ധമായി പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. അതിനവർ ഈ തട്ടകത്തേക്ക് വരണം, ഇവിടെ കാണണം എന്തൊക്കെയാന്നുള്ളത്. അല്ലാതെ കാണുന്ന സമയത്ത് തോന്നും ഗണപതിക്ക് തുമ്പിക്കയ്യാന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ട്, ഭഗവതി തലയോട്ടിയിലാണ്. ഭഗവതിയുടെ ഒക്കെ എത്ര സങ്കല്പങ്ങളുണ്ട്. നമ്മൾ ഈ ദേവതാ സങ്കല്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര സമ്പന്നരാണ്, മോശക്കാരാണ്. ഇപ്പം നമ്മളെ അമ്പലങ്ങളിലുള്ള അല്ലെങ്കിൽ വരച്ചു വെച്ചിട്ടുള്ള ഫോട്ടോയിലൊക്കെ നോക്കേണ്ടി, രവിവർമ്മ വരച്ചിട്ടുള്ള ഫോട്ടോയിലൊക്കെ കാണാൻ സർവാഭരണ വിഭൂഷിതകളാണ് നമ്മുടെ എല്ലാ ദേവീദേവന്മാരും. പല ആളുകളും ഇത്രയൊക്കെ പണ്ട് എത്ര പവനുണ്ടാവുന്നതാണ് നോക്കുക, ഒരമ്പലത്തിൽ ഓരോ ഫോട്ടോ കാണുന്ന സമയത്ത്. അതിനനുസരിച്ച് ആയുധമുണ്ട് കയ്യിൽ. നിരായുധരായിട്ട് ഒരു ദേവിയും ദേവനും ഇല്ല നമുക്ക്. സമാജത്തിൻ്റെ രക്ഷയ്ക്ക് സമ്പത്തും അതുപോലെ തന്നെ ആയുധവും ആവശ്യമാണ്. രണ്ടും വേണം ഒരു സമൂഹത്തിൽ. നമ്മുടെ സമൂഹത്തിന് പറ്റിയൊരു കുഴപ്പമോ അഹിംസയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ എങ്ങനെയോ അല്ല, ജൈനന്മാരുടെയും ബുദ്ധമതത്തിൽ ബുദ്ധനെ മനസ്സിലാക്കാത്ത ബൗദ്ധ ആചാര്യന്മാരൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. അത് വിഷയം വേറെ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മുടെ എല്ലാ ദേവന്മാരും അങ്ങനെയാണ്, സർവാഭരണ വിഭൂഷിതന്മാരാണ്. സമ്പത്താണ് അതിൻ്റെ പ്രതീകം. ആയുധമുണ്ട്. ഈ പുതിയ ഓരോ ദേവതാസങ്കല്പം നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്, നിങ്ങൾ ഉപാസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഉപാസനാമൂർത്തിയുടെ ഭാവരൂപം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. 3 കോടി ദേവതാസങ്കല്പം ഉള്ളത് നമുക്ക്, അത് ചുരുക്കം. എത്ര ആളുണ്ടോ ഓരോരുത്തർക്ക് അത്രയുണ്ട്.
അതുകൊണ്ടാണ് വ്യത്യസ്ത ഭാവനയോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠകൾ. എൻ്റെ നാട്ടിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് വള്ളി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ സങ്കല്പം. ദേവസേനയും വള്ളിയും 2 ഭാര്യമാരുടെ നിൽക്കുന്ന സങ്കല്പം. അയ്യപ്പന്റെ സങ്കല്പമുണ്ട് പൂർണ്ണ പുഷ്കല സങ്കല്പത്തിൽ. അതേസമയത്ത് ശബരിമലയിലുള്ളത് നിത്യബ്രഹ്മചാരിയായിട്ടുള്ള ബാലമുരുകനായിട്ടുള്ള സങ്കല്പമുണ്ട്. ഭഗവതിയുടെ ഒക്കെ എത്ര സങ്കല്പമുള്ളത്. ആ സങ്കല്പത്തിനെ, അതാത് തട്ടകത്തിലുള്ള സങ്കല്പത്തിനെ അറിഞ്ഞുപാസിക്കുക. നമ്മളിലേക്ക് ഈ ചൈതന്യം വന്നു നിറഞ്ഞോളും. വരണം നമ്മൾ. അതുകൊണ്ട് ഈ ചിന്ത നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മൾ നാളെ ഇത് സംരക്ഷിക്കണം. ഇത്ര ശാസ്ത്രീയെന്നറിയോ നമ്മുടെ ചിന്തകളൊക്കെ. പക്ഷെ അത് പുറന്തോട് പൊളിച്ച് അകത്തുള്ള കാമ്പ് മനസ്സിലാക്കണം നമ്മൾ. പുറമെ കാണുന്ന സമയത്ത് ഇത് പരസ്പര വിരുദ്ധവും പരസ്പര ബന്ധവും ഒക്കെ ഇല്ലാത്തതാണ്. പക്ഷെ ആത്യന്തികമായി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന തലത്തിലേക്ക് നമ്മുടെ വേദങ്ങളും വേദങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉപനിഷത്തുകളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം. രാമായണമൊക്കെ നമ്മൾ വായിച്ച് പഠിക്കണം. അധ്യാത്മരാമായണമല്ല, അധ്യാത്മരാമായണം ഭക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഭക്തി തലത്തിൽ ഉണ്ടായ ഒരു കവിതയാണ്. തുഞ്ചത്താചാര്യൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് മാർക്കാണ്ഡേയ പുരാണത്തിലുള്ള സംസ്കൃതത്തിലുള്ള ഒരു അധ്യാത്മരാമായണമുണ്ട്. സംസ്കൃതത്തിലുള്ള പുരാണത്തിലുള്ളത് മാർക്കാണ്ഡേയ പുരാണത്തിൽ. അതിൽ സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണമുണ്ട്. ആ അധ്യാത്മരാമായണത്തിലെ പ്രതിപാദ്യം ഭക്തിയാണ് വിഷയം. ഭക്തിയിലെ രാമന്റെ ഭക്തി, രാമനോടുള്ള ഭക്തി, രാമന്റെ ഭക്തിയല്ല രാമനോടുള്ള ഭക്തി. കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ, ലക്ഷ്മണോപദേശം പോലെയുള്ള കുറച്ച് ചിന്തകൾ മാത്രമായിട്ട്. നേരെ മറിച്ച് വാത്മീകി രാമായണത്തിൽ രാമന്റെ ചരിത്രമുള്ളത്, രാമന്റെ ജീവചരിത്രം. രാമൻ എങ്ങനെ ജീവിച്ചു, രാമൻ എങ്ങനെ മര്യാദാ പുരുഷോത്തമനായി മാറി, സ്വയം രാമനുണ്ടായ മാറ്റങ്ങൾ, അതിൽ സമൂഹത്തിലുള്ള പങ്ക്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വാത്മീകി രാമായണത്തിൽ വാത്മീകി വർണ്ണിക്കുന്നുണ്ട്. വാത്മീകി രാമായണത്തിൽ ഇപ്പം ഇടക്കാലത്ത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരയാണ് അധ്യാത്മരാമായണവും വാത്മീകി രാമായണവും സത്യത്തിൽ രണ്ടും രണ്ടാണ്. രാമായണത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞത്. കാരണം അതല്ലാതെ തെറ്റിദ്ധരിച്ചു ഇത്. കാരണം ഈ അധ്യാത്മരാമായണത്തിലില്ല. രാമനെ ലക്ഷ്മണനെയും വിശ്വാമിത്രൻ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു യാഗം രക്ഷിക്കാൻ. അങ്ങനെ കാടൊക്കെ കണ്ട് കിടന്നു. രാവിലെ ആയ സമയത്ത് വിശ്വാമിത്രൻ രാമനെ വിളിക്കുന്നുണ്ട്. എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാ, വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. എന്തെന്നാ ശ്ലോകത്തിൻ്റെ തുടക്കമുള്ളത്? ശ്ലോകമല്ല, എന്തെന്നാ പറയുന്നത്? കൗസല്യ സുപ്രജ കേട്ടില്ലേ? ഇവിടേക്ക് അതും വെക്കല്ലേ? കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹിതം. രാമനെ വിളിക്കുക, കൗസല്യ സുപ്രജ, കൗസല്യയുടെ മകനെ, നല്ലവനെ എന്നൊക്കെ വിളിച്ചിട്ട് അതിന് ഒരുപാട് വ്യാഖ്യാനമൊക്കെ ഉണ്ട്. കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹികം. മോനെ വിളിക്കുക. ആരാ വിളിക്കുന്നത്? വിശ്വാമിത്രനെ വിളിക്കുന്നത്. രാമായണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കുട്ടി എഴുന്നേക്കാൻ വയ്യാൽ എന്തെന്നാ പറയാ? അമ്മ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് എടാ എണീക്കെന്ന് പറയും. ഇപ്പൊ ചെറിയോളോ ഒന്നുകൂടി പുതപ്പ് വലിച്ചിട്ട് കിടക്കും. ഈ വീട്ടമ്മ അതിൻ്റെ തിരക്കിലായിരിക്കും. വീട്ടമ്മ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ എണീറ്റില്ലടാന്ന് ചോദിക്കും. രണ്ടാമത് ചെറിയോൻ ഒന്നുകൂടി ചുരുള്ളൂ. പിന്നെ അടുക്കളയിൽ നിന്നൊരു രൂപം വരാനുണ്ട് അല്ലേ? ഓരോരുത്തർക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. സതുദ്ദേശത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്.
പിന്നെ എന്താ വിളിക്കുക? പലതും വിളിക്കും. ഇത് കേട്ടിട്ടാണ് ചെറിയോനോ ചെറിയോളോ എണീക്കുക. അപ്പൊ കൗസല്യ സുപ്രജ അത് പോയി. നോക്കൂ, നമ്മൾ ഈ മോട്ടിവേഷന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് രാമായണത്തിൽ മക്കളെ വിളിച്ചുകൊടുത്തുന്ന സമയത്ത് രാമായണത്തിലെ കാര്യം പറഞ്ഞാൽ മതി. നല്ല മോൻ ഇത് തന്നെ അധ്യാത്മരാമായണത്തിൽ വരുന്നുണ്ട്. ലക്ഷ്മണ ഉപദേശത്തിന്റെ സമയത്ത് വരുന്ന അതാണ് ലക്ഷ്മണനോട് പറയുന്നത്. എത്ര ഉണ്ട് ഈ അധ്യാത്മരാമായണത്തിൽ തന്നെ വരുന്നതാണ്. രാമനെ ദശരഥനായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് സുമിത്രേന്റെ ഉപദേശം ഉണ്ടല്ലോ. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം. പോകുന്ന സമയത്ത് പറയാന്ന് എത്ര മനോഹരാന്ന് നോക്കും. ഇതിൽ മാത്രമല്ല, മഹാഭാരതത്തിലുണ്ട് ഇത്തരത്തിലുള്ളത് ഒരുപാട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുക. ഒരുപാട് ചിലത് നമ്മൾ അനുകരിക്കേണ്ടതുണ്ടാവും, ചിലത് അനുകരിക്കരുതാത്തതുണ്ടാവും. മഹാഭാരതത്തില് ഗാന്ധാരത്ത് നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഗാന്ധാരി, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ് ഗാന്ധാര ദേശം. നമ്മൾ അന്നത്തെ രൂപലാവണ്യം കൊണ്ടും അംഗലാവണ്യം കൊണ്ടും ഒക്കെ പരിപൂർണയായിട്ടുള്ള ഒരു രാജകുമാരി, സിന്ധുരാജന്റെ ആ അയൽപ്രദേശത്തുള്ള സിന്ധുരാജൻ ദുശ്ശളയെ കല്യാണം കഴിച്ചാണ്. വന്ന ഉടനെ ഗാന്ധാരി ചെയ്തത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന് കണ്ടുകൊണ്ട് സ്വയം കണ്ണു മൂടിക്കെട്ടി തൻ്റെ മക്കൾ വളരുന്നത് കാണാനുള്ള കാഴ്ച സ്വയം മറച്ചു. ഈ മക്കളെ അമ്മാവനായിട്ടുള്ള ശകുനിയും മറ്റാളുകളും പൂർണ്ണമായിട്ടും വഴിതെറ്റിച്ചു. എങ്ങനെയാ വളരുന്നതെന്നുള്ള മനസ്സിലായില്ല. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് തൻ്റെ മക്കളുടെ ശവമെങ്കിലും കാണാൻ വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. ഗാന്ധാരി വിലാപത്തിൽ കൃഷ്ണനെ ശപിക്കുന്നുണ്ട്. 36 കൊല്ലം കൂടുന്ന സമയത്ത് നീയും നിന്റെ വംശവും നശിച്ചു എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞാൽ, അമ്മ ഇപ്പൊ എത്ര എന്നെ ശപിച്ചാലും ഗാന്ധാരി ദേവിയോട് പറയാന്ന്, ശപിച്ചാൽ എനിക്കതൊരു വിഷയമല്ല. കാരണം ഇതൊക്കെ മറ്റു ഘടകങ്ങളാണ്. പക്ഷെ ഈ യുദ്ധത്തിനുള്ള കാരണക്കാരിൽ ഒരാൾ അമ്മ തന്നെയാണ്. നമ്മുടെ പാതിവൃത്യ സംവിധാനത്തിൽ ഭാരതത്തിലൊന്നും തന്നെ ഭർത്താവ് അന്ധനായതുകൊണ്ട് കണ്ണു മൂടിക്കെട്ടാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആരും അത് അനുകരിച്ചില്ല. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ ഭർത്താവ് കള്ളു കുടിക്കുന്നവനാണെന്നുകൊണ്ട് ഞാനും കള്ളു കുടിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ മാതിരി തന്നെ പറഞ്ഞിട്ടില്ല. മക്കളെ നേർവഴിക്ക് നടത്താൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് അന്ധത്വം ബാധിച്ചുകൊണ്ട് സാധിക്കുന്നില്ല, കണ്ണു കാണുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അതിന് കഴിയുമായിരുന്നു. അമ്മ അനുകരിക്കാണ്ടാത്തതിനെ പാതിവൃത്യത്തിന്റെ തെറ്റായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കണ്ണു മൂടിക്കെട്ടി മക്കളൊക്കെ വഴിതെറ്റി. മഹാഭാരതത്തിൽ നമ്മൾ ഈ നമ്മുടെ ഇതിഹാസവും പുരാണമൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കാതലിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലാണ്ട് രാമായണം ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ടോ മഹാഭാരതം വായിച്ചു പോയതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അറിഞ്ഞു ഉൾക്കൊള്ളണം. നമ്മൾ ഇതൊക്കെ പഠിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് വാത്മീകിയൊക്കെ എഴുതിയത്. പഠിക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഒരിക്കലും ചിദാനന്ദപുരി സ്വാമി പറഞ്ഞൊരു സംഭവമുണ്ട്. മുമ്പ് അദ്ദേഹം ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ അലമാരയിൽ ഒരുപാട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. മഹാഭാരതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഭാരതത്തിൽ തന്നെയുള്ള ഭീഷ്മപർവത്തിലുള്ള ഭഗവത്ഗീതയുണ്ട്, രാമായണമുണ്ട്, ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമിജി ചോദിച്ചു, ഈ അമ്മയോട് ചോദിച്ചു, വൈകുന്നേരമായ സമയത്ത് ഈ അമ്മ ഒരു വിളക്ക്, ഒരു തട്ടത്തിൽ കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ടുകൊണ്ട് ഇതിനിങ്ങനെ ആരതി നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാമി ചോദിച്ചു, അമ്മ ഇതൊക്കെ വായിക്കലുണ്ടോ? അപ്പോൾ ആ അമ്മ പറഞ്ഞു, അമ്പോ ഇതൊന്നും നമുക്ക് വായിക്കാനുള്ളതല്ല, ഇതൊക്കെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വായിക്കുകയൊക്കെ ചെയ്യണം, നമ്മളിത് കേൾക്കുക പൂജിക്കുക എന്നുള്ളത്.
അപ്പം സ്വാമിജി പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ ആ അളമാരെ കുറച്ചു കഴിഞ്ഞ് മൂടി തുറന്നിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് വെച്ചോളി എന്ന്. എന്താ അവരുടെ താല്പര്യമോ? നമ്മളിതിങ്ങനെ തെറ്റായ രീതിയിൽ അനുകരിച്ചുകൊണ്ട് കാര്യമില്ല. രാമായണം വായിക്കണം നമ്മൾ കുട്ടികളെ കൊണ്ട്. അധ്യാത്മരാമായണമെങ്കിലും വായിക്കണം. അത് വായിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. മഹാഭാരതം വായിപ്പിക്കണം. തത്വം പറഞ്ഞു പോകും. ഇപ്പം ഏതായാലും ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ തത്വങ്ങളെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് പകർത്തും. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്കിത് കുട്ടികളിലൂടെ തലമുറകളിലൂടെ ഇത് നിലനിന്ന് പോകും. നോക്കൂ, ഈ ക്ഷേത്രങ്ങളൊക്കെ വന്നിട്ട് എത്ര വർഷമായിട്ട്, എത്രയോ കാലമായി ഉണ്ടാവില്ലേ? ആയിരക്കണക്കിന് വർഷമായി ഉണ്ടാവും. നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കിട്ടിയതാണ്. അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ ഇതിലും നന്നായിട്ട് കൈമാറി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, അറിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരണം. ആ അറിവ് നോക്കണം. വലിയ വലിയ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടാവരുത്. ഇതൊരു ഗൗരവത്തിലുള്ള, ഇപ്പം ഈ കഴിഞ്ഞ സീസണിൽ ഒരാൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കെട്ട് നിറയ്ക്കുക. ഇപ്പം കെട്ട് നിറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തൊക്കെയാ പറയുക അല്ലേ? നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് പല ആൾക്കാരും അങ്ങനെയല്ല പറയുക, ആരെ കാണാൻ? സ്വാമിയെ കാണാൻ അല്ലേ? അങ്ങനെയല്ല പറയുക. കെട്ട് നിറയ്ക്കുന്നേരോ വെറ്റിലടയ്ക്കുക സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, തഞ്ചം കിട്ടിയ ചിലവർ പറയും അവലും മലരും എനിക്ക്. ഇപ്പം ഏതായാലും നമ്മൾ അടുത്തുള്ളൊരു അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കോഴിക്കോട്ടാണ്. കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ഗുരുസ്വാമി ഇങ്ങനെ കെട്ട് നിറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ശബരിമലയ്ക്ക് പോകേണ്ട ആൾക്ക് ഒരു മൊബൈലിൽ ഒരു കോള് വന്നു. മൊബൈലിലൊരു കോൾ. അപ്പം അയാൾ ഈ കോൾ അറ്റൻഡ് ചെയ്തും കൊണ്ട് പറഞ്ഞ്, അപ്പം മറ്റേ തലയ്ക്കുന്ന ആൾ ചോദിച്ചു, ഇങ്ങയുടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഇന്നൊരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എന്നോടൊരു വിവരം പറയാണ്. ഇനി പിന്നെ പറഞ്ഞ ഞാനിവിടെ ഒരു ചൊറയപ്പെട്ട് നിൽക്കുക. ശബരിമലയ്ക്ക് പോകാൻ കെട്ടിറങ്ങി ഞാനൊരു ചൊറയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഗുരുസ്വാമി പറഞ്ഞു, ഇങ്ങനെ ചൊറയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, നിന്നിട്ട് നിറയ്ക്കാന്ന്. അപ്പം അതുപോലെ നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച്, നമ്മൾ പറയുന്നതിനെ കുറിച്ച്, നമ്മുടെ ദേവതാ രൂപത്തിനെ കുറിച്ച്, ദേവതാ സങ്കല്പത്തിനെ കുറിച്ച് ഒക്കെ എല്ലാം മനസ്സിലായിട്ടില്ലെങ്കിലും അതിനുള്ള ശ്രമം നമ്മളിലുണ്ടാകും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ മതപരിവർത്തനം ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് അറിഞ്ഞൂടാ. പേടിപ്പിക്കരുത് കുട്ടികളെ. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അങ്ങോട്ട് നോക്കരുത്, ഭഗവതി എന്നെ. നമ്മുടെ സൗമ്യഭാവത്തോട് കൂടിയിട്ടുള്ള ഭഗവതി സങ്കല്പത്തിൽ, രൗദ്രഭാവത്തിലുള്ള ഭഗവതി സങ്കല്പത്തിൽ ഒക്കെ ഭക്തന്മാരോട് എല്ലാവരും വളരെ സൗമ്യമായിരിക്കും. ഏതായാലും നമ്മുടെ കുട്ടികളോടൊക്കെ ഇത് പറയാം. ഈ ക്ഷേത്ര തട്ടകത്തിൽ തലമുറയിൽപ്പെട്ട ആളുകളെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളെ വീട്ടിലുള്ള എല്ലാവരും കൂടെ വരണം. അങ്ങനെ ഒരു വലിയ ഒരു മാറ്റത്തിൻ്റെ കേന്ദ്രമായിട്ട് ക്ഷേത്രത്തിനെ മാറ്റണം. ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷയാത് ഇതി ത്രാണേന ക്ഷേത്രം. ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ്. രണ്ട് തരത്തിലുള്ള ക്ഷയത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ക്ഷയത്തിൽ നിന്ന് മനുഷ്യനെ ത്രാണനം ചെയ്യും. അതിനുള്ള വേദിയായിട്ട് ഈ അമ്പലം മാറ്റാൻ ഇവിടെയുള്ള എല്ലാവരും കൂടെ തന്നെ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.